മറ്റു ചിലർ ചെയ്യുന്ന കമന്റ് എന്ന് വെച്ചാൽ ആദിത്യൻ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട്, ആ സ്ത്രീകളുടെ ശാപമാണ് എന്നൊക്കെ. ഒരു സീരിയൽ നടിയുമായിട്ടുള്ള ആദിത്യന്റെ ബന്ധവും തുടർന്നുള്ള വിവാഹമൊക്കെ നമ്മളൊക്കെ അറിയുന്ന ഒരു കേസാണ്. അതിനെ തുടർന്നാണ് എല്ലാവരും ഇത് പറയുന്നത്, ആ സീരിയൽ നടിയെ ചതിച്ചതിന്റെ ശാപമാണ് എന്നൊക്കെ. നമ്മുടെ ആദിത്യൻ ജയണ്ടല്ലോ, ആദിത്യൻ ജയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ സീരിയൽ താരാണ്. അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ അല്ല, അദ്ദേഹം ആങ്കറിങ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നു. എനിക്ക് തോന്നുന്നു സിനിമാത്തിക്, അതായത് നമ്മുടെ ഇയാളുണ്ടല്ലോ മറുനാടൻ മലയാളിന്റെ അദ്ദേഹത്തിന്റെ എന്റർടൈൻമെന്റ് ചാനലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഓണർഷിപ്പിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ആ ഇന്റർവ്യൂ കണ്ട സമയത്ത് മലയാളികൾ ഒന്നായിട്ട് ഞെട്ടിപ്പോയി. എന്താ കാരണം? ആദിത്യൻ ജയന്റെ രൂപം കാരണം. ആദിത്യൻ ജയൻ നമുക്കറിയാം, വളരെയധികം സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഈ ഇന്റർവ്യൂവിലെ കോലം കണ്ടാൽ ഇങ്ങേക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ആർക്കും തോന്നിപ്പോകും. അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ഒരുമാതിരി കരുവാളിച്ച് ഒക്കെ ആണ്, അത്തരത്തിലൊക്കെ ആയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതിനെ തുടർന്ന് ഈ ഇന്റർവ്യൂയുടെ താഴത്ത് ഈ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്ത ആദിത്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആളുകൾ കമന്റ് ചെയ്യുന്നത്. അതിൽ ഗസ്റ്റായി വന്ന ആ കുട്ടിയെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, ആദിത്യനെ കുറിച്ചാണ് ആളുകൾ സംസാരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഇന്റർവ്യൂയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആദിത്യൻ മനോഹരമായിട്ട് അത് ചെയ്തു എന്നുള്ളതാണ്. മനോഹരമായിട്ട് ആദിത്യൻ ആ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട്, വളരെ പക്വതയോടുകൂടി, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹം ആ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തു. അത് വ്യക്തിപരമായിട്ട് എനിക്ക് ആ ഇന്റർവ്യൂ വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യത്തിന്റെ ഹോസ്റ്റിങ്ങും ആദ്യത്തിന്റെ അവതരണ ശൈലിയൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ഈ ഇന്റർവ്യൂ ചെയ്യപ്പെട്ട ആളെ പേര് സ്നേഹ നാങ്ങ മറ്റെന്തോ ആണ്, ക്ഷമിക്കണം, എനിക്ക് അവരെ പേര് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഈ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചത് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആദിത്യനാണ്. കാരണം ആദിത്യൻ ആകെ മാറിപ്പോയിരിക്കുന്നു. ആദിത്യനെ കണ്ടാൽ മനസ്സിലാവാത്ത കോലത്തിൽ വരെ ആദിത്യൻ രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു. അപ്പൊ അതിൽ ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, ആദിത്യന് ലിവർ സിറോസിസ് ആണ്, അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ. ഒരാളുടെ മുഖത്തെ മാറ്റം, ചെറിയ മാറ്റം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ അയാൾക്ക് ഇന്ന രോഗമാണെന്ന് നിർണ്ണയിക്കാൻ സാധിക്കുന്നത്? ലിവർ സിറോസിസിന്റെ ലക്ഷണമാണ് ഇത്തരം മുഖത്തുള്ള ഈ കരുവാളിപ്പ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എല്ലാ കരുവാളിപ്പും അങ്ങനെയാണോ? ഇപ്പൊ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവല്ലോ കരുവാളിപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി, അവരുടെ ചിന്തകൾ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് മുഖത്ത് എന്താണ്, അല്ലാതെ വെള്ളമടിച്ചാൽ മാത്രം കരുവാളിപ്പ് ഉണ്ടാവുന്നതല്ല, അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഉണ്ടായാൽ മാത്രമല്ല കരുവാളിപ്പ് ഉണ്ടാവുക. അത് മനസ്സിലാക്കുക. അത്തരത്തിലാണ് ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ലിവർ സിറോസിസ് ആണ്, വെള്ളം അടിച്ച് ഇക്കൊല്ലത്തിലായി. ഓക്കെ, ആദ്യത്തെ വെള്ളം അടിച്ചോ, നിങ്ങൾ എന്തിനാ അതിന് വിഷമിക്കുന്നത്? അത് ആദ്യത്തിന്റെ കേസിന് ആദ്യത്തെ വെള്ളം അടിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ആദ്യത്തിന് ലിവർ സിറോസിസ് ആണോ എന്ന് അദ്ദേഹം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. പിന്നെ എന്തിനാ ഒരാളെ പേരിൽ നമ്മൾ ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിക്കൊടുക്കുന്നത്? മറ്റു ചിലർ ചെയ്യുന്ന കമന്റ് എന്ന് വെച്ചാൽ ആദ്യത്തിന് ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട്, ആ സ്ത്രീകളുടെ ശാപമാണ് എന്നൊക്കെയാണ്. ആദിത്യന് ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ത്രീകൾ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട്, ആദിത്യ മാത്രമല്ല. അപ്പൊ അവർക്ക് നാളെ ഒരു സമയത്ത് ഈ പറയുന്ന സ്ത്രീകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ, എന്തെങ്കിലും രീതിയിലുള്ള അസുഖമോ കാര്യങ്ങളോ ഉണ്ടായാൽ അത് ആദിത്യന്റെ ശാപം എന്ന് നിങ്ങൾ പറയും. ഒരു സീരിയൽ നടിയുമായിട്ടുള്ള ആദിത്യന്റെ ബന്ധവും തുടർന്നുള്ള വിവാഹമൊക്കെ നമ്മളൊക്കെ അറിയുന്ന ഒരു കേസാണ്. അതിനെ തുടർന്നാണ് എല്ലാവരും ഇത് പറയുന്നത്, ആ സീരിയൽ നടിയെ ചതിച്ചതിന്റെ ശാപമാണ് എന്നൊക്കെ. അപ്പൊ നാളെ ആ സീരിയൽ നടിക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ, മനുഷ്യന് ഓരോ ദിവസം പ്രായം കൂടുകയാണല്ലോ, നാളെ ആ സീരിയൽ നടിക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ ഈ ആദിത്യന്റെ ശാപമാണെന്ന് നിങ്ങൾ പറയും. ഇതൊക്കെ പ്രായമാകുമ്പോൾ മനുഷ്യന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ പ്രായമാകുമ്പോൾ നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. മനുഷ്യർക്ക് എന്തായാലും നമ്മളൊരു വാഹനം വാങ്ങിച്ചാൽ, നമ്മളൊരു പുതിയ വാഹനം വാങ്ങിച്ചാൽ ആ വാഹനം ഗാരേജിലൊന്നും കയറാതെ എത്ര കാലം ഓട്ടാൻ സാധിക്കും? ആക്സിഡന്റ് ഇല്ലാതെ വളരെ സൂക്ഷിച്ച് ഓടിച്ചാൽ തന്നെ കൂടിപ്പോയ ഒരു 8 മാസം 9 മാസം ഗാരേജ് കയറ്റേണ്ടി വരും. അത് എല്ലാ മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെ. അതിപ്പോ ആദിത്യന്റെ കാര്യത്തിൽ മാത്രമല്ല അങ്ങനെ. പിന്നെ മറ്റേ നടിയുടെ ശാപമാണ്, അതുകൊണ്ടാണ് ആദിത്യൻ ഇങ്ങനെ ആയത് എന്ന് പറയുമ്പോൾ ആദിത്യനെ പോലെയുള്ള കുഴപ്പങ്ങൾ അപ്പുറത്തുണ്ട്. ഈ അവരെ കേസിനെ സംബന്ധിച്ചിടത്തോളം 2 ഭാഗം മാത്രം ക്ലിയർ ഒന്നുമല്ല. ആദിത്യൻ ഭയങ്കര സംഭവം ഒന്നും നമ്മൾ പറയുന്നില്ല, എന്നാൽ അപ്പുറത്തും വലിയ സംഭവങ്ങളൊന്നുമല്ല, അപ്പുറത്തും ഉണ്ട് അതിനനുസരിച്ചുള്ള കുഴപ്പങ്ങളൊക്കെ. നമ്മൾ അതിനെക്കുറിച്ച് അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഈ വിഷയത്തിൽ, ഈ നടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദിത്യനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യമില്ല. അതുമൂലമാണ് ആദിത്യന് മുഖം കരുവാളിച്ച് പോയതെന്നൊക്കെ പറഞ്ഞ എന്താ പറയാ നമ്മളതിനൊക്കെ. മുഖം കരുവാളിക്കുക എന്ന് പറയുമ്പോൾ ലിവർ സിറോസിസ് ഉള്ളത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രോസസ് അല്ലല്ലോ. ലിവർ സിറോസിസ് ഇല്ലാത്ത മദ്യപിക്കാത്ത ആളുകൾക്ക് മുഖം കരുവാളിക്കാറില്ലേ?
അത് പല നമ്മുടെ സ്കിന്നുമായി ബേസ് ചെയ്തിട്ടൊരു കാര്യമാണ്. അപ്പൊ ആദിത്യനെ എങ്ങനെ ആക്ഷേപിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഒരാൾ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? അയാൾ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ, നിങ്ങളെ അയാൾ ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒരാളുടെ കല്യാണം എന്നൊക്കെ പറയുന്നത് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊന്നും ഇടപെട്ട് നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. കല്യാണം, ഡിവോഴ്സ്, വീണ്ടും കല്യാണം, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇത്തരത്തിൽ ചെയ്തത് ഒരു ആദിത്യം മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ ആളുകൾ ഈ സമൂഹത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഡിവോഴ്സ് ആയിട്ടുണ്ട്, വീണ്ടും കല്യാണം കഴിച്ചിട്ടുണ്ട്, വീണ്ടും ഡിവോഴ്സ് ആയിട്ടുണ്ട്. അതൊക്കെ സമൂഹത്തിന്റെ പരിച്ഛേദനകളാണ്. അതിൽ ആദിത്യനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ആദിത്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ആദിത്യം ഭയങ്കര റൊമാൻറ്റിക് ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെതായ ചില കുഴപ്പങ്ങളൊക്കെ ആദിത്യനുണ്ട്. അതൊക്കെ നമുക്ക് വിട്ടുകളയാം. അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നുണ്ടാവാം. ആദ്യം കൊല്ലംകാരനാണ്, പക്ഷെ ആദ്യം ഇപ്പൊ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു തൃശ്ശൂരാണ്. എന്നാൽ ഇത്തരം ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും അയാളെ അങ്ങനെ തളർത്താൻ നോക്കുന്നൊന്നും ശരിയല്ല. അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മാറട്ടെ, നമുക്ക് ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് അത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. അത്തരത്തിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളെ മുഖം കരുവാളിച്ചപ്പോഴേക്കും ആളുകൾ എന്തൊക്കെയാണ് ഈ നാട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഒരു മനുഷ്യനല്ലടാ, ഒരു പരിധി വേണ്ടതിനൊക്കെ. ഒരാളെ മുഖം കരുവാളിച്ചു പോയി എന്ന് വെച്ചിട്ട് അയാളങ്ങത് ആക്ഷേപിക്കുക, അയാൾക്ക് അതാണ് ഇതാണ് പെണ്ണുങ്ങളുടെ ശാപമാണ്. പെണ്ണുങ്ങൾക്ക് മാത്രമേ ശാപമുള്ളൂ, ആണുങ്ങൾക്ക് ശാപമൊന്നുമില്ലേ? ആണിനോട് ആർക്കും എന്തും ആവാലോ, അവന്റെ ശാപമൊന്നും ഏൽക്കൂലല്ലോ അല്ലേ? പെണ്ണിന്റെ മാത്രമേ ഏൽക്കുള്ളൂ. പെണ്ണുങ്ങൾക്ക് എന്തും ചെയ്യാം. പെണ്ണ് എന്നുള്ള ആ ടാഗ് ലൈൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് എന്തും ചെയ്യാം. പെണ്ണ് സ്ത്രീ എന്ന ആ ടാഗ് ലൈൻ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ സ്ത്രീ വിരുദ്ധനൊന്നുമില്ല കേട്ടോ, അങ്ങനൊന്നും കരുതരുത്. സ്ത്രീകളുടെ പേരിൽ ഇത്തരം മുതലെടുപ്പ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്, അങ്ങനെ പറഞ്ഞെന്ന് മാത്രം. അപ്പം എന്ത് വിഷയമായാലും, ആദിത്യനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമായാലും അതിൽ ആദിത്യനെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യമില്ല. രണ്ട് വശവും നമ്മൾ പരിശോധിക്കണം. രണ്ട് വശവും പരിശോധിക്കുമ്പോൾ ആദിത്യനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതാണ്. വ്യക്തിപരമായിട്ട് അത്തരത്തിൽ പരിശോധനയ്ക്ക് ഞാൻ വിധേയമാക്കിയപ്പോൾ, ഇത്തരം വീഡിയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റഡി നടത്തില്ല നമ്മൾ, അത്തരത്തിൽ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്തരം ചെറിയ ചെറിയ തെറ്റുകളൊന്നും ആദിത്യന് മാത്രമല്ല സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ആദിത്യനെ മാത്രം മാറ്റി നിർത്തി കുറ്റപ്പെടുന്നതിൽ ഒരു കാര്യമില്ല. എന്തായാലും ഇന്റർവ്യൂ വളരെ മനോഹരമായിട്ടുണ്ട്. മിസ്റ്റർ ആദിത്യൻ ജയൻ വളരെ നന്നായി നിങ്ങളത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ കാര്യങ്ങളുമായിട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ആ ഒരു ഹോസ്റ്റിങ്ങും ആ ഒരു ബിഹേവിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ചുരുക്കി പറയുന്നത് എന്താ വെച്ചാൽ, ആദിത്യന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാറാരോഗങ്ങൾ ഉണ്ടെന്ന് ഇതുവരെ ആദിത്യം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റാളുകളോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലൊന്നും ആദിത്യന്റെ രൂപമാറ്റത്തെ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമില്ല. മനുഷ്യന്മാരാകുമ്പോൾ കരുവാളിപ്പ് വരും, ചിലപ്പോൾ ഭയങ്കര ഗ്ലോയിങ് വരും, ഇതൊക്കെ വരും. മനുഷ്യന്മാരല്ലേ, അവരവരുടെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെസ്, ജോലിഭാരം, ഉറക്കല്ലേമ, അതുകൊണ്ടൊക്കെ ഇത് വരും. അല്ലാതെ ലിവർ സിറോസിസ് മാത്രം ഉണ്ടായ വരുന്ന ഒരു രോഗമല്ല മുഖത്തെ കരുവാളിപ്പ് എന്നുള്ളത് ദയവായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി പ്രതീക്ഷിക്കുന്നു. മറ്റു വീഡിയോമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തകർത്ത് വിട പറയുന്നു.